നാടൻ ഒഴിച്ചെറിയാണ് നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോണത്. ഇത് തോലൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി നുറുക്കി എടുത്തിട്ട് വരാം. അതിലേക്ക് 10-12 ചെറിയ ഉള്ളി ചേർക്കാം, 2 പച്ചമുളക്, കുറച്ച് വേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വേവാനുള്ള വെള്ളം ചേർത്തിട്ട് മത്തങ്ങ വേവിച്ചെടുക്കാം. ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കാം. 2-3 സാധനം വറുത്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ തോരപ്പരിപ്പ്, നമ്മൾ സാമ്പാറൊക്കെ വയ്ക്കുന്നില്ലേ ആ പരിപ്പാണ് ഇട്ട. നല്ലോണം ചൂടാവട്ടെ. ചൂടായതിന്റെ ശേഷം 4 മണി ഇട്ട കുരുമുളക് എടുത്തേക്കണേ, 4 മണി ഉലുവ, 2 ചുവന്ന മുളക് വറുത്ത് കിട്ടിയിട്ട് ഇതൊന്ന് തണുക്കട്ടെ. തിളയ്ക്കാൻ തുടങ്ങി ഈ സമയത്ത് നമുക്ക് കൂട്ടാൻ ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ നാളികേരം ചേർക്കുന്നുണ്ട്. വറുത്ത് വെച്ചേക്കണ സാധനങ്ങളും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഇതിൽ 1 ടേബിൾ സ്പൂൺ പുളിവെള്ളം ചേർക്കും. ഇളക്കി കൊടുത്ത് ഒന്ന് തിളക്കട്ടെ. പുളി ചേർത്ത് നല്ലോണം തിളച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കണ നാളികേരത്തിന്റെ മിക്സ് ചേർക്കുന്നുണ്ട്. ജാറ് കഴുകി ആ വെള്ളം ചേർക്കാം. നല്ലോണം തിളക്കട്ടെ. തിളച്ചതിന് ശേഷം ഇത്ര കൂട്ടാൻ്റെ വെള്ളം വേണോ അതനുസരിച്ച് ചേർത്തോളൂ. പരിപ്പ് ചേർത്ത് അരച്ച കാരണം തിളയ്ക്കുമ്പോൾ കൂട്ടാന് കൊഴുപ്പ് കൂടും. നല്ലോണം തിളച്ചതിന് ശേഷം കുറച്ചും കൂടി വെള്ളം ഉപ്പും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വറുത്തിടാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കടുക്, 4 മണി ഉലുവയും 1/4 ടീസ്പൂൺ ജീരകവും ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ കായപ്പൊടി, കുറച്ച് വേപ്പിലയും 2 ചുവന്ന മുളകും ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് കൂട്ടാനിലേക്ക് ചേർത്ത് കൊടുക്കാം. 10 മിനിറ്റിൽ നമുക്ക് ഊണിന് ഒരു നല്ല നാടൻ ഒഴിച്ചേറി റെഡിയാക്കാൻ പറ്റും.